السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 98. ബലികർമ്മം വളരെ പുണ്യവത്തായ ഒരു അമലാണ്. ബലിപെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾ നിർവഹിക്കുന്ന വളരെയേറെ പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മമാണത്. അതിൻ്റെ മഹത്വങ്ങളെ വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലമായി സംസാരിച്ചിട്ടുണ്ട്. മഅമില ബിനു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഇറാഖത്തി ദം. ബലിപെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ കർമ്മം അതാണ് ബലികർമ്മം. ബലികർമ്മത്തേക്കാൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മറ്റൊരു കർമ്മം വലിയ പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾക്ക് നിർവഹിക്കാനില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലികർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അബൂ സഈദിനുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണും. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയോട്, യാ ഫാത്തിമ ഖൂമി ഇലാ ഉദ്ഹിയ്യതിക്, ഫാത്തിമ നിങ്ങൾ നിർവഹിക്കുന്ന ബലികർമ്മത്തിന് നിങ്ങൾ സാക്ഷിയാവുക. ഖൂമി ഇലാ ഉദ്ഹിയ്യതിക് ഫഷ്ഹദീഹ, ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് നിങ്ങൾ സാക്ഷിയാവുക, അവിടെ സാന്നിധ്യമരുളുക. ഫഇന്ന ലക ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അൻ യഗ്ഫിറ ലക മാ സലഫ മിൻ ദുനൂബിക്. ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ആ മൃഗത്തിൻ്റെ ഓരോ തുള്ളി രക്തവും, ആ ഓരോ തുള്ളിക്കും പകരമായി അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങൾ ഓരോന്ന് പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോട് പറഞ്ഞപ്പോൾ, ഖാലത്ത് യാ റസൂലല്ലാഹ് അലനാ ഖാസ്സ അഹ്ലൽ ബൈത്ത് ഔ ലനാ വലിൽ മുസ്ലിമീൻ. ഈ ഒരു ഓഫർ, ഓരോ തുള്ളി രക്തത്തിനും കണക്കെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന ഈ ഒരു ഓഫർ നമ്മുടെ ഈ കുടുംബത്തിന് മാത്രം സ്പെഷ്യലായിട്ട് ഉള്ളതാണോ, അതല്ല മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെ ഓരോ തുള്ളി രക്തത്തിനും കണക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. തത്സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ബൽ ലനാ വലിൽ മുസ്ലിമീൻ, നമുക്ക് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഫർ ബാധകമാണ്, എല്ലാവർക്കും ഇത് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, വഇന്ന ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബല അൻ യഖഅ അലൽ അർദ്.
ബലികർമ്മം നിർവഹിക്കുന്ന സമയം ബലിമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്നുള്ള ആദ്യ തുള്ളി ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ആ കർമ്മം അള്ളാഹുവിങ്കൽ ഒരു ഇടം പിടിക്കും, സ്ഥാനം പിടിക്കും. അഥവാ ആ കർമ്മം നിർവഹിക്കുന്നതോടെ ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഹിയ്യത്തിന്റെ കർമ്മത്തിൻ്റെ പ്രതിഫലം അത് നിർവഹിച്ചയാൾ അർഹനായിത്തീരും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ളഹ ത്വീബത നഫ്സിഹി മുഹ്തസിബൻ ലിഉദ്ഹിയ്യതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. അല്ലാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പ്രതിഫലവും ആഗ്രഹിച്ച് വളരെ ആത്മസംതൃപ്തിയോടുകൂടെ മനസ്സന്തോഷത്തോടുകൂടെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്ന പക്ഷം അത് അവനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന നരകത്തെ തൊട്ടുള്ള മറയായി, കവചമായി ആ ഉദ്ഹിയ്യത്ത് കർമ്മം ആയിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ ബലിപെരുന്നാൾ സുദിനത്തിൽ അതിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠകരവും പ്രതിഫലാർഹവുമായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം, ബലികർമ്മം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ ഏറെ പ്രതിഫലാർഹമായ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.